Good afternoon all. Good afternoon, ma'am. എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ മെഡിക്കൽ റെക്കോർഡിന്റെ ഏകദേശം നമ്മൾ അത്യാവശ്യം എടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിന്റെ കൂടെ അല്ലെ നമ്പറിങ്ങിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. എവിടെ വരെയാണ് നമ്മൾ എടുത്തത്? ഏത് നമ്പർ സിസ്റ്റം ഒക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? വായിച്ചു നോക്കിയായിരുന്നോ? നമ്പർ സിസ്റ്റം എടുത്തില്ലായിരുന്നോ? മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് വരെയാണ് എടുത്തത്. പിന്നെ ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് അതൊന്നും കൂടി പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. നിങ്ങൾ ഡിജിറ്റിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞിട്ട് തന്നെ മനസ്സിലായി കാണും അല്ലെ. ഞാനിങ്ങനെ നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു ആ ഡിജിറ്റ് വേരിയേഷൻ വരുന്ന ഡിജിറ്റ് ഏതാന്നുള്ളത്. പ്രൈമറി ഡിജിറ്റിന് വേരിയേഷൻ ഒന്നും ഇല്ല അല്ലെ. സെക്കൻഡറി ടെറിഷറി ആയിട്ടുള്ള ഡിജിറ്റുകൾ കാണാം. അതൊക്കെ നോട്ട് ചെയ്തില്ലേ? ചെയ്തില്ലായിരുന്നോ? നേരെ പറഞ്ഞപ്പോ തന്നെ നോട്ട് ചെയ്തായിരുന്നോ? ആരും റിപ്ലൈ തരുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഓരോ ഡിജിറ്റിന്റെയും മുകളില് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് നോക്കാനുള്ളത് ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ. ജസ്റ്റ് ഞാനൊന്ന് ഔട്ട്ലൈൻ പറഞ്ഞായിരുന്നു എങ്കിലും അതിന്റെ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് താഴേക്ക്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു അല്ലെ. ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏത് രീതിയിലും നമുക്ക് അതിനെ രൂപകൽപ്പന ചെയ്യാം അല്ലെ. പല രീതിയിൽ മെഡിക്കൽ റെക്കോർഡ് നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. വ്യത്യസ്ത രീതികൾ ഉണ്ട് എന്നുള്ളതാണ്. അതില് എന്താണ് രണ്ട് മൂന്ന് ടൈപ്പില് ഫസ്റ്റ് വൺ പറയുന്നത് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. അതായത് ഏത് ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള മെഡിക്കൽ റെക്കോർഡിന്റെ ശേഖരണം, അതാണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. അത് ഒരു ഷോർട്ട് ഫോം ആയിട്ട് SOEMR അതാണ് അതിൽ വരുന്ന റെക്കോർഡിന്റെ ഷോർട്ട് ഫോം. ആയി വെട്ടിക്കളഞ്ഞേരെ അത് ബ്രാക്കറ്റിന്റെ ഒരു സിമ്പിൾ ആയിട്ട് വന്നു പോയതാണ്. എന്താണ് SOMR, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. നെക്സ്റ്റ് ഉള്ളത് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡാണ്. വേറൊരു ഫോമാറ്റ് എന്ന് പറയുന്നത് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. ദെൻ തേർഡ് വൺ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. അങ്ങനെ 3 മെഡിക്കൽ റെക്കോർഡിന്റെ ഫോമാറ്റ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് പറഞ്ഞത്? അബ്രിവേഷൻ എങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതാണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, സെക്കൻഡ് വൺ പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, തേർഡ് വൺ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. കിട്ടിയോ? 3 മെഡിക്കൽ റെക്കോർഡിന്റെ ഫോമാറ്റുകൾ ഉണ്ട്. ഓക്കെ അല്ലേ? അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്താന്നുള്ളതാണ് അവിടെ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ മുകളിൽ തന്നെ എഴുതി വെക്കുക സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. അതിന്റെ ബാക്കി അല്ലെ അത് എന്താന്നുള്ളതാണ് താഴെ പോയിന്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. നോക്കാം. മെഡിക്കൽ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ സെക്ഷൻസ് ഇൻ accordance with the patient care departments which provide the care and the data. അതായത് നമുക്കറിയാം വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെ. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റ് കയറി ചെല്ലുമ്പോൾ നമുക്കറിയാം അഡ്മിഷൻ എടുക്കണം അല്ലെ. ഫ്രണ്ട് ഓഫീസിൽ പോയി അഡ്മിഷൻ എടുക്കില്ലേ? ഇല്ലേ? അതിനുശേഷം അതിനുശേഷമാണ് നമുക്ക് കൺസൾട്ടേഷന് ഡോക്ടറിനെ കാണാനായിട്ട് പറ്റുന്നത്. കൺസൾട്ടേഷൻ ഇടയ്ക്ക് തന്നെ നമുക്കറിയാം ചിലപ്പോൾ ആണെങ്കിൽ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലബോറട്ടറിയിൽ പോകേണ്ട വരും. അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാനിങ് ഉണ്ടെങ്കിൽ റേഡിയോളജി വിഭാഗത്തിനെ സമീപിക്കേണ്ടി വരും. മറ്റേതെങ്കിലും കാര്യത്തിന് പല വിഭാഗങ്ങൾ അല്ലെ ഫാർമസി ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കേണ്ടി വരും മെഡിസിൻ ഒക്കെ മേടിക്കാനായിട്ട്. അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കയറി ഇറങ്ങിയിട്ടാണ് പേഷ്യന്റ് അവരുടെ സേവനം നേടിയെടുത്ത് പോകുന്നത് അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ ഓരോരുത്തരും അങ്ങനെയല്ലേ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് അല്ലേ? അപ്പൊ വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നുണ്ട് അല്ലെ.
medical record is arranged in sections in accordance with the patient care departments which provide the care and the data. അതായത് ഓരോരുത്തരിലുമുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഡാറ്റകളെല്ലാം തന്നെ അത് ഒന്നിച്ച് കളക്ട് ചെയ്തിട്ട് അത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണോ അല്ലെ നമ്മൾ എവിഡൻസുകൾ അല്ലെ അതൊക്കെ ഒന്നിച്ച് നമ്മൾ എന്താണ് അവിടെ സൂക്ഷിക്കുകയാണ്. സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലേസിൽ തന്നെ എന്താണ് മെഡിക്കൽ റെക്കോർഡ് എന്നുള്ള സൂക്ഷിക്കുന്ന കേന്ദ്രത്തിൽ തന്നെ അത് സൂക്ഷിക്കുകയാണ്. ഇതിനെ എന്താ പറയുന്നത്, ഹെൻസ് ദ നെയിം സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്നാണ്. ഇതിന് അതുകൊണ്ട് തന്നെ പറയുന്നത് എന്താണ്, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്നാണ്. ഏതിനെ പറയുന്നത്, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നതാണ് ഈ ഒരു പ്രാഥമിക ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് സേവ് ചെയ്ത് വെക്കുന്ന എന്താണ് ഡാറ്റകളെ, അതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഓക്കെ, രണ്ട് രീതിയിൽ മനസ്സിലേക്ക് കൊണ്ടുവരാം. റെക്കോർഡ് സൂക്ഷിക്കുന്നത് എന്താണ്, ഒരു സെപ്പറേറ്റ് പ്ലേസിലാണ്. പക്ഷെ അത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സേവനങ്ങളെല്ലാം ഒന്നിച്ചാണ് അതിന്റെ റെക്കോർഡ് ചെയ്തത്. അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെയാണ് ഒന്നിച്ച് അത് സൂക്ഷിക്കുന്നത്. ക്ലിയർ ആയോ എന്താന്നുള്ളത്? കേണോ? സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഉദ്ദേശിച്ചോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഫോംസ് ആർ ഓർഗനൈസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ടു ഡേറ്റ്. നമുക്കറിയാം ഫോമുകളെല്ലാം തന്നെ ഡേറ്റ് അനുസരിച്ചിട്ട് വരാം അല്ലെ. നമുക്കറിയാം ഏത് ഇതിന്റെ ഫ്രണ്ടില് എന്താണ് ഡേറ്റുകൾ ഉണ്ടാവും അല്ലെ. ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെങ്കിലും ആ ഡേറ്റുകൾ കറക്റ്റ് ആയിട്ട് ഉണ്ടാവും. ആ ഫോംസുകളെല്ലാം അത് അങ്ങനെ തന്നെ ഡേറ്റ് ബേസ് ആയിട്ട് തന്നെ സൂക്ഷിക്കും. യൂഷ്വലി ദ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ അറ്റ് ദ നഴ്സ് സ്റ്റേഷൻസ്. അതായത് ഇവിടെ പ്രധാനമായിട്ടും ഇത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരു അല്ലെ ഇന്നിപ്പോ നമ്മള് ഡോക്ടറിന്റെ അടുത്ത് സേവനത്തിന് ചെല്ലുകയാണെങ്കിൽ അപ്പൊ ഇന്ന് ചെല്ലുന്ന സേവനത്തിന്റെ ലിസ്റ്റ് ആയിരിക്കും അവിടെ അല്ലെ. ഇന്നത്തെ സേവനത്തിന്റെ നമ്മളിപ്പോ ഒരു അഡ്മിഷൻ എടുത്തിട്ടുണ്ടെന്ന് വെച്ചു, പക്ഷെ ഇന്നത്തെ സേവനത്തിന്റെ ലിസ്റ്റ് ആയിരിക്കും അവിടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അല്ലെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യൂഷ്വലി ദ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ അറ്റ് ദ നഴ്സ് സ്റ്റേഷൻ. സോ ദ മോസ്റ്റ് ഇൻഫോർമേഷൻ ഈസ് അറ്റ് ദ front and the oldest information is at the back of each section. അതായത് നമുക്കറിയാം അഡ്മിഷൻ ഉണ്ടായെങ്കിൽ ഇന്നത്തെ സേവനങ്ങളുടെ കാര്യങ്ങളെല്ലാം റെക്കോർഡ് കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് ഏറ്റവും ടോപ്പിലായിരിക്കും. പിന്നെ അവസാനം അല്ലെ ആദ്യം വരുന്നത് ഏറ്റവും അടിയിലായിരിക്കും അല്ലെ. ഓൾഡസ്റ്റ് ഇൻഫോർമേഷൻസ് ഒക്കെ ഏറ്റവും താഴെയായിരിക്കും സൂക്ഷിക്കുന്നത്. Then record is recognized after the patient is discharged. അതായത് ഇത് റീഓർഗനൈസ്ഡ് ചെയ്യും. സോറി, റെക്കഗ്നൈസ്ഡ് ആണ് പറഞ്ഞത്. റീഓർഗനൈസ് ചെയ്യും എന്നുള്ള റെക്കോർഡ് ഈസ് റീഓർഗനൈസ്ഡ് ആഫ്റ്റർ ദ പേഷ്യന്റ് ഈസ് ഡിസ്ചാർജ്. പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം വീണ്ടും നമുക്കറിയാം അപ്ഡേറ്റ് ആയിട്ട് അല്ലെ കറക്റ്റ് ആയിട്ട് എന്നാണ് അപ്പോയിന്റ്മെന്റ് വന്നത് അനുസരിച്ചിട്ട് തന്നെ അത് ഓർഡർ ആയിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് സോഴ്സ് ഓറിയന്റഡ് റെക്കോർഡ് സൂക്ഷിക്കുന്നത് അല്ലെ. സോഴ്സ് ഓറിയന്റഡ് ബേസിൽ മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കുന്ന ഒരു ഇതാണ്. അതായത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് ഒരു സേവനം ഓരോ പേഷ്യന്റിനും കിട്ടും അല്ലെ. ആ വിവിധ ഡിപ്പാർട്ട്മെന്റിന്റേതായിട്ടുള്ള എല്ലാ സേവനങ്ങളും ഇത് ഒന്നിച്ച് തന്നെ ഒരു ഇതായിട്ട് തന്നെ സൂക്ഷിക്കും. പക്ഷെ ആക്ച്വലി എന്താണ്, ഏറ്റവും ആദ്യം തന്നെ അല്ലെ എപ്പോഴാണോ ആ ലാസ്റ്റ് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായിരിക്കാം ടോപ്പില് സൂക്ഷിച്ചു പോകുന്നത്. ലാസ്റ്റ് ഈ പേഷ്യന്റ് ഡിസ്ചാർജ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എന്താണ് ഇത് കറക്റ്റ് ആയിട്ട് ഓർഡർ ആയിട്ട് ആ ഡേറ്റ് അനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യുന്നത്, സൂക്ഷിച്ചു വെക്കുന്നത്. ക്ലിയർ ആയോ? ഇതാണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. നമുക്ക് അതെ, ഇന്റഗ്രേറ്റഡ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് ഞാൻ ഹെഡിങ് കൊടുക്കാനായിട്ട് പറഞ്ഞിരുന്നു. അതായത് ഇവിടെ ലാസ്റ്റ് ടോപ്പിക്കിൽ അങ്ങനെ ഒരു ഇതുണ്ട്. ആക്ച്വലി ഇന്റഗ്രേറ്റഡ് ഓറിയന്റഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ കോപ്പി ചെയ്യാനായിട്ട്, അതായത് ഒന്നുകൂടി ഒന്നിച്ച് ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് ഇതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ സൂക്ഷിക്കേണ്ട അത് തന്നെയാണ് പറയുന്നത്. അതിലേക്ക് മെസ്സേജ് വരുന്നത് കാരണം നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റഗ്രേറ്റഡ് ഓറിയന്റഡ് അതുകൊണ്ടാണ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തത്. ഒന്നുകൂടി നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് ഒന്നുകൂടി പറഞ്ഞു തരാം. കാരണം ഇന്റഗ്രേറ്റഡ് ഓറിയന്റഡ് അവിടെ വേറൊരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതും ഇതുകൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആകെ കൺഫ്യൂഷൻ ആവും. ഇന്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ അത് ഒന്നിച്ച് വെക്കണമല്ലോ, അത് നിങ്ങൾ നോക്കാതെ ചെയ്യേണ്ട. ആ ഒരു പോയിന്റ് ഞാൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആക്ച്വലി അതൊന്ന് കട്ട് ചെയ്ത് തരാം. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ? ഇന്റഗ്രേറ്റഡ് ഓറിയന്റഡ് എന്നുള്ളതിന്റെ ആ ഒരു ഇത് നിങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നെക്സ്റ്റ് നോക്കാം.
നമുക്ക് ഇന്റഗ്രേറ്റഡ് ഓറിയന്റഡ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും കൂടി മനസ്സിലാവും എങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്ന സംഭവം വരുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? നിങ്ങൾ എങ്ങനെയാണ് അത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചിന്തിച്ചെടുക്കാൻ സാധിക്കും ഇല്ലേ? ഓക്കെ അല്ലേ? നോക്കാം എന്താണ് നെക്സ്റ്റ് എന്താ നോക്കാം, നമ്മുടെ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ അഡ്വാൻറ്റേജസ് എന്താന്ന് നോക്കാം. അതായത് നോട്ട് പോസിബിൾ ഓർഗനൈസ് റിപ്പോർട്ട്സ് ഫ്രം ഈച്ച് സോഴ്സ് ടുഗദർ മേക്കിംഗ് ഇറ്റ് ഈസി ടു ഡിസൈഡ് ദ അസസ്മെന്റ് ട്രീറ്റ്മെന്റ്സ് ആൻഡ് ഒബ്സർവേഷൻ എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റും എന്താണ് ഈ ഒരു വ്യക്തിക്ക് കൊടുത്തത് എന്നതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും അല്ലെ? പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോൾ അവരുടെ മൊത്തം ഫയൽ ഉണ്ട് അല്ലെ? അവരുടെ ലബോറട്ടറിയിൽ പോയി അപ്പൊ ഇന്ന ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, then എന്താണ് റേഡിയോളജി വിഭാഗത്തിൽ പോയിട്ടുണ്ട് അപ്പൊ ഇന്ന സ്കാനുകൾ ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ ഫാർമസിയിൽ ഇന്ന മെഡിസിൻ ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അല്ലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോയി ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഒന്നിച്ച് തന്നെ അതിൽ നിന്ന് അല്ലെ എന്താണെന്ന് തിരിച്ചറിയാനൊക്കെ ആയിട്ടും അത് വിലയിരുത്താനായിട്ടൊക്കെ സാധിക്കും ഇല്ലേ? വിലയിരുത്താൻ സാധിക്കില്ലേ? അതാണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ അഡ്വാൻറ്റേജ്. ക്ലിയർ ആയോ? ഓർഗനൈസ് റിപ്പോർട്ട്സ് ഫ്രം ഈച്ച് സോഴ്സ് ടുഗദർ എന്ന് പറയുമ്പോൾ ഒന്നിച്ച് വെക്കുകയാണ് അല്ലെ? മേക്കിംഗ് ഇറ്റ് ഈസി ടു ഡിസൈഡ് ദ അസസ്മെന്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഓക്കെ ഒന്നുകൂടെ പറയാം. നമ്മളിപ്പോ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്ത് നമ്മൾ കിട്ടുന്ന എല്ലാ ഇൻഫോർമേഷൻസും ഒന്നിച്ച് കളക്ട് ചെയ്തിട്ട് കീപ്പ് ചെയ്ത് വെക്കുകയാണ്. അതാത് ദിവസത്തെ, അതായത് നമ്മളിപ്പോ ഒരു അഡ്മിഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോ 4 ദിവസമായി നമ്മൾ അഡ്മിഷന് വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേ 4ാമത്തെ ദിവസത്തെ തുടങ്ങിയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിന് താഴെ 3ാമത്തത് അല്ലെ നെക്സ്റ്റ് ഡേ അതിന് മുമ്പുള്ള ഡേയുടെ ഒക്കെ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നിച്ച് തന്നെ കളക്ട് ചെയ്ത് വെക്കും. അത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ സേവനമാണെങ്കിലും അതിൻ്റെതായ കോപ്പി അവിടെ സ്വീകരിച്ചു വെക്കും. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ രേഖകളും അവിടെ ഉണ്ട് അല്ലെ? അപ്പൊ നമുക്കിപ്പോ ഈ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഡോക്ടറിന് ഒരു സംശയം തോന്നുകയാണ്, ഈ ലാബില് പരിശോധിച്ചപ്പോൾ എത്രയായിരുന്നു റിസൾട്ട് അല്ലെ? നമുക്കിപ്പോ അറിയാം ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ? ഇപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ ആവശ്യകത വരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്താണ് പണ്ട് അല്ലെ നമുക്ക് ഈ കാലഘട്ടങ്ങളിലെല്ലാം ഇത് കടന്നു പോകുമ്പോൾ ഈ ഒരു രീതി കൂടി നമ്മൾ ക്യാച്ച് ചെയ്ത് പഠിക്കാം. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് അത് അവളെ അല്ലെ അനലൈസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഡോക്ടറിന് ഏത് മെഡിസിൻ ആണ് അല്ലെങ്കിൽ ഏത് ടെസ്റ്റ് ആണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ വിവിധ ഡിപ്പാർട്ട്മെന്റിന്റേതായ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് സംഗ്രഹിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഡോക്ടറിനാണെങ്കിലും നഴ്സിനാണെങ്കിലും മാർക്കാണെങ്കിലും അത് സാധിക്കും എന്നുള്ളതാണ്. ഓർഗനൈസ് റിപ്പോർട്ട്സ് ഫ്രം ഈച്ച് സോഴ്സ് ടുഗദർ മേക്കിംഗ് ഇറ്റ് ഈസി ടു ഡിസൈഡ് ദ അസസ്മെന്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് അവർക്ക് വിലയിരുത്താൻ സാധിക്കും. ട്രീറ്റ്മെന്റ്സ് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തതെന്ന് അറിയാൻ സാധിക്കും. അതിന്റെ ഒബ്സർവേഷൻസ് അല്ലെ എല്ലാത്തിന്റെയും നിരീക്ഷണം എന്താണ്, മെഡിസിനെ കുറിച്ചിട്ടാണെങ്കിലും ടെസ്റ്റുകളെ കുറിച്ചിട്ടാണെങ്കിലും സ്കാനിങ് റിപ്പോർട്ടുകളെ കുറിച്ചിട്ടൊക്കെ ആണെങ്കിലും എപ്പോ വേണമെങ്കിലും ഒന്നിച്ച് തന്നെ അത് വിലയിരുത്താനായിട്ട് സാധിക്കും. പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്, ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ ആയോ? ശരിയോ? ഓക്കെ. അപ്പൊ ഒരു രോഗിയെ കുറിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റിന്റേതായിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഇനി അതിന്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ എന്താണ്? നോട്ട് പോസിബിൾ റാപ്പിഡ്ലി ഡിസൈഡ് ഓൾ ഓഫ് ദ പേഷ്യന്റ് പ്രോബ്ലംസ് ആൻഡ് ട്രീറ്റ്മെന്റ്സ് ബീയിങ് ഗിവൺ ഫോർ ദ പേഷ്യന്റ് അറ്റ് എ ഗിവൺ ടൈം as the data from the different departments are arranged in a section are not in accordance with the problems of the patient or integrated in time sequence. അതായത് നമുക്ക് ഒരു നിശ്ചിത സമയത്ത് രോഗിയുടെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ അല്ലെ, അപ്പൊ നമുക്ക് വീണ്ടും ഇപ്പൊ 2-3 ദിവസങ്ങൾക്ക് ശേഷം എന്തായി പിന്നെ വ്യത്യാസമായി, അന്നത്തെ ആ ഒരു കീപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ മാറി അല്ലെ. അപ്പൊ കുറച്ച് ഇതിന് ശേഷമാണെങ്കിൽ എന്താണ് പിന്നെ അതിന്റെ ഒരു ലബോറട്ടറിയിൽ ഇദ്ദേഹത്തിന്റെ ഒരു ഡീറ്റെയിൽസ് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ആ ഡേറ്റ് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഓരോ ദിവസത്തെയും പരിശോധിക്കണം. കാരണം ലബോറട്ടറിയുടെ മാത്രം ഡീറ്റെയിൽസ് എടുത്ത് നമുക്ക് സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? കാരണം ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ ഡീറ്റെയിൽസ് ഇല്ല. അവരുടെ ഡീറ്റെയിൽസ് എന്താണ് എല്ലാം കൂടി ഒന്നിച്ചാണ് ഇവിടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചേക്കുന്നത്. അപ്പൊ ഇൻ കേസ് ആ ലബോറട്ടറിയിലെ ഒരു ഡീറ്റെയിൽസ് മാത്രമാണ് ഇവർക്ക് തിരിച്ച് എടുക്കേണ്ടത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലബോറട്ടറിയിലെ ഒരു ഡീറ്റെയിൽസ് ഈ ഒരു പേഷ്യന്റിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി എടുക്കണമെന്ന് തോന്നിയാൽ എന്താണ് അവര് വന്നതിന്റെ ആദ്യം മുതലേ തന്നെയുള്ള എല്ലാം സെർച്ച് ചെയ്ത് നമ്മൾ ലബോറട്ടറിയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. അതേസമയം നമ്മൾ അതാത് ഡിപ്പാർട്ട്മെന്റിലാണ് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ എന്താണ്
ആ ലബോറട്ടറിയിലെ ഡിപ്പാർട്ട്മെന്റിൽ ആ ദിവസത്തെ ആ സേവനത്തിൽ നിന്ന് പെട്ടെന്ന് കളക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വേരിയേഷൻ മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? ഓക്കെ, അതാണ് ഇതിന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, അഡ്വാൻറ്റേജസും ഉണ്ട്. ഇൻ കേസ് ഈ ഒരു പേഷ്യന്റിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് കൊടുത്തതെന്നൊക്കെ തിരിച്ചറിയിക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. അതേസമയം സ്പെഷ്യൽ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ അതിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാം നോക്കണം, ഏറ്റെടുക്കുന്നതിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഡീറ്റെയിൽസ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം സേവനം തിരിച്ചറിയണമെങ്കിൽ എല്ലാം കൂടി സെർച്ച് ചെയ്ത് വിലയിരുത്തേണ്ടതായിട്ട് വരുമെന്നാണ്. ഓക്കെ, ക്ലിയർ ആയോ? പോസിബിൾ ടു റാപ്പിഡിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അല്ലെ നമുക്ക് തിരിച്ചെടുക്കാൻ എന്താണ് തീരുമാനമെടുക്കാൻ ഒന്നും സാധിക്കില്ല. കാരണം പെട്ടെന്ന് നമുക്ക് അതിൻ്റെതായ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം റിപ്പോർട്ട് പെട്ടെന്ന് അനലൈസ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ക്ലിയർ ആയോ? ആണല്ലോ. കാരണം എന്തുകൊണ്ട് എല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് കൂടിക്കലർന്നാണ് അവിടെ ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് എന്താണ് POMR. എന്താണ് POMR പറയുന്നത്? പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. എന്താണ് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്? നമ്മൾ ആദ്യം കണ്ടത് എന്താണ്? സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. എന്താണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം ഓരോ പേഷ്യന്റിന്റെ ആവശ്യമാണ്. അതെല്ലാം ഒന്നിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റിൽ കളക്ട് ചെയ്ത് വെക്കുന്നതാണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഇനി ഇത് നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. എന്താണ് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്നുള്ളത് നോക്കാം. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോറൻസ് എൽ ബ്യൂഡ് എന്ന് വെച്ചാൽ അദ്ദേഹമാണ് അത് രൂപകൽപ്പന അല്ലെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ഈ ഒരു മെത്തേഡ് എന്നുള്ളത്. അദ്ദേഹം എന്താണ് ചെയ്തിരിക്കുന്നത്? provide a systematic method of documentation to reflect logical thinking on the part of the physician controlling the care of the patient. അതായത് ഇത് ഇവിടെ പ്രധാനമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ ഒരു ശാസ്ത്രീയ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. റിഫ്ലക്ട് അല്ലെ അത് പ്രതിഫലിച്ച് കാണുന്നത്. അതായത് യുക്തിപരമായ ചിന്തയിലെ ആരുടെ യുക്തിപരമായ ചിന്തയിലെ ഡോക്ടറിന്റെ അല്ലെ അവിടെ സേവനം ചെയ്യുന്ന പേഷ്യന്റിന് കൊടുക്കുന്ന ഫിസിഷ്യന്റെ അദ്ദേഹത്തിന്റെ കൺട്രോളില് യുക്തിപരമായ ചിന്തകളൊക്കെ കൂടി കലർന്നിട്ടാണ് ഈ ഒരു എന്താണ് നമ്മുടെ സൂക്ഷിക്കല് അല്ലെ മെഡിക്കൽ റെക്കോർഡിന്റെ സൂക്ഷിപ്പ് വരുന്നത്. അത് ഏത് രീതിയിലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റ്. ഇപ്പൊ നമ്മള് എന്താണ് അവരുടെ ഈ രീതി അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവരെ ഉദ്ദേശിക്കുന്നത്? ആ ഒരു ഡോക്ടറിന്റേതായിട്ടുള്ള ഒരു യുക്തിപരമായ ചിന്തയിലാണ് റെക്കോർഡുകൾ സൂക്ഷിക്കുന്നത്, ആ പേഷ്യന്റിന്റേതായ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നത്. The physician explain and follows each clinical problems individually and organize them for a solution. അതായത് ഫിസിഷ്യൻ എന്താണ് അദ്ദേഹം ആ പേഷ്യന്റിനെ പിന്തുടരുകയും അവരുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ എന്താണ് അതിനനുസരിച്ചിട്ട് അല്ലെ അതിനനുസരിച്ചിട്ടുള്ള പരിഹാരങ്ങൾ ട്രീറ്റ്മെന്റും അല്ലെ നമുക്കറിയാം എന്താണ് രോഗം, ആ രോഗത്തിനനുസരിച്ചിട്ടുള്ള പ്രതിവിധികളെല്ലാം ചെയ്യുന്നത് ഫിസിഷ്യന്റെ കൺട്രോളാണ് അല്ലെ. അപ്പൊ അത് സംഘടിപ്പിക്കുകയും അതിന്റെ എന്താണ് സൊല്യൂഷൻസ് കണ്ടെത്തുന്നതും ഇദ്ദേഹം തന്നെയാണ്, ഇദ്ദേഹത്തിന്റെ കൺട്രോളിൽ തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനൊരു രൂപകൽപ്പന ചെയ്തത്. അതായത് ഇതൊരു പ്രത്യേകമായ രീതിയിൽ യുക്തിപരമായ രീതിയിൽ സിസ്റ്റമാറ്റിക് മെത്തേഡിന്റെ രീതിയിലാണ് ഈ ഒരു റെക്കോർഡ് സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് നോക്കാം. ബേസിക് പാർട്സ് ഓഫ് POMR. ജനറലി 4 പാർട്സുകളാണ് ഈ ഡോക്ടർ അല്ലെ നമുക്കറിയാം നമ്മളെ ഓരോ പേഷ്യന്റിനെയും കൺട്രോൾ ചെയ്യുന്ന ആ ഡോക്ടറിന്റേതായ രീതിയിൽ അവലംബിക്കുമ്പോൾ സാധാരണയായിട്ട് 4 പാർട്ടുകളാണ് അതിൽ വരുന്നത്. ഡാറ്റാബേസ്, പ്രോബ്ലം ലിസ്റ്റ്, ഇനീഷ്യൽ പ്ലാൻസ് ആൻഡ് പ്രോഗ്രസ് നോട്ട്സ്. അങ്ങനെ 4 രീതിയിലാണത് മെഡിക്കൽ റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്നത്. അത് ഏത് രീതിയിലൊക്കെയാന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഡാറ്റാബേസ് അല്ലെ, ഡാറ്റാബേസ്, പ്രോബ്ലം ലിസ്റ്റ്, ഇനീഷ്യൽ പ്ലാൻസ് ആൻഡ് പ്രോഗ്രസ് നോട്ട്സ്. ഇതെല്ലാം കൂടി കലർന്നിട്ടാണ് ആ ഡോക്ടർ യുക്തിപരമായ അല്ലെ ഓരോ പേഷ്യന്റിനെയും കൺട്രോൾ ചെയ്യുന്ന ഡോക്ടർ അത് സൂക്ഷിച്ചു വെക്കുന്നത്. അത് ഫസ്റ്റ് വൺ ഡാറ്റാബേസ് ആണ് അല്ലെ. എന്തൊക്കെ ഡാറ്റാസ് ആണ് പൊതുവെ അതിൽ ഉൾപ്പെടുന്നതെന്ന് നോക്കാം. മിനിമം സെറ്റ് ഓഫ് ഡാറ്റ ടു ഗോട്ട്. സ്പീഡ് കൂടുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. മിനിമം അല്ലെ മിനിമം സെറ്റ് ഓഫ് ഡാറ്റ ടു ബി ഗോട്ട് ഓൺ എവറി പേഷ്യന്റ്
that include chief complaint, present illness, patient profile, and associated social data, past history, and a review of system, physical examination of defined content and baseline laboratory data. അതായത് ഇത് എങ്ങനെയാണ് അത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനെയും കുറിച്ചിട്ട് അല്ലെ ഏറ്റവും കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് കുറച്ച് കാര്യങ്ങൾ എന്തായാലും പേഷ്യന്റിനെ കുറിച്ചിട്ട് ഒരു ഉൾപ്പെടുത്തണം അല്ലെ നമ്മളെ മെഡിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് അവിടെ പറയുന്നത് ഡാറ്റ ടു ബി ഗിഫ്റ്റ് every patient that include chief complaint person illness. നമുക്കറിയാം എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടായിരിക്കും ഓരോ പേഷ്യന്റും ഹോസ്പിറ്റലിൽ വരുന്നത് അല്ലെ. അപ്പൊ എന്താണ് പ്രധാനപ്പെട്ട ഒരു മാറ്റർ എന്താണ് ഇദ്ദേഹത്തിന്റെ അസുഖങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട മാറ്റർ എന്താണ്? പ്രസന്റ് ഇൽനെസ്. നമുക്കറിയാം ഇപ്പൊ നിലവിലെ എന്താണ് രോഗാവസ്ഥ വരുന്നത്, പേഷ്യന്റിന്റെ പ്രൊഫൈൽ, അതായത് നമുക്കറിയാം അല്ലെ ഏജും ജെൻഡറും കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചറിയും, പേഷ്യന്റിന്റെ പേരൊക്കെ ആയിട്ടുള്ള പ്രൊഫൈൽസ് ആൻഡ് അസോസിയേറ്റഡ് സോഷ്യൽ ഡാറ്റ, അതുമായി ബന്ധപ്പെട്ട അവരുടെ ഇത് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സോഷ്യൽ ഇൻഫോർമേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡാറ്റാസുകളെല്ലാം ഡോക്യുമെന്റ് ചെയ്ത് നമുക്കറിയാം എന്താണ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അവിടെ സൂക്ഷിച്ചു വെക്കണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈ രീതി അനുസരിച്ച് POMR അനുസരിച്ചിട്ട് ഫസ്റ്റ്ലി വരുന്നത് ഡാറ്റാബേസ് ആണ്. ആ ഡാറ്റാബേസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. പാസ്റ്റ് ഹിസ്റ്ററി ആൻഡ് റിവ്യൂ ഓഫ് സിസ്റ്റംസ്, അതായത് നമുക്ക് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും സിസ്റ്റത്തിൻ്റെതായിട്ടുള്ള പാസ്റ്റ് എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങൾ നേരത്തെ കൂട്ടിയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻസ്, അതായത് പരിശോധന കാര്യങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് എക്സാമിനേഷൻ ഓഫ് ഡിഫൈൻഡ് കണ്ടന്റ് ആൻഡ് ബേസ് ലൈൻ ലബോറട്ടറി ഡാറ്റ. അത് മാത്രമല്ല നമ്മൾ എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡാറ്റാബേസ് എന്നുള്ള ലേബലിൽ അതിന്റെ ആ ഒരു ഫസ്റ്റ് ഫോർമാറ്റിൽ വരികയാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടി. അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ സാധാരണ ഓട്ടോമാറ്റിക്കലി എന്താണ് അവരുടെ അഡ്മിഷൻ കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. അതാണ് പേഷ്യന്റ് പ്രൊഫൈലിൽ ഉദ്ദേശിക്കുന്നത്. അതേമാതിരി തന്നെ അവരുടെ എന്താണ് പേഴ്സണൽ ഡീറ്റെയിൽസ് ചെയ്യണം, അവരുടെ ഒരു ഹിസ്റ്ററി ഉണ്ടാവും അല്ലെ. ഹോസ്പിറ്റലിൽ വരുന്നേക്ക് മുമ്പ് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടാവും, അത് അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ദെൻ അതേമാതിരി തന്നെ സോഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ, ആരെങ്കിലും ഇതിന്റെ ബേസിലാണോ എന്തെങ്കിലും ഏതെങ്കിലും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടാണോ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ദെൻ മെയിൻലി എന്താണ് കംപ്ലൈന്റ്, നിലവിൽ എന്താണ് അസുഖം, ദെൻ അവർക്ക് എന്തെങ്കിലും അല്ലെ വേറെ എന്തെങ്കിലും എന്താണ് അവിടെ ടെസ്റ്റ് പരിശോധിക്കുമ്പോൾ ഉണ്ടാവുന്ന എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങള്, ദെൻ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലബോറട്ടറിയിലെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, ഇതെല്ലാമാണ് ഡാറ്റാബേസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഡാറ്റാബേസ് ആണ് ആദ്യമായിട്ട് നമുക്ക് പറയുന്ന ഫസ്റ്റ് ഇത്. ഏത് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും എന്നല്ലേ, അത് നമുക്ക് നോക്കാം. ഇതില് ലാസ്റ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് പറയുന്നത്. ഇത് മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഓക്കെ POMR എന്താന്നുള്ളത് ഒന്നുകൂടി പറയാം. ഇതെന്ന് പറയുന്നത് ശാസ്ത്രീയമായ അടിസ്ഥാനത്തില് ഒരു പുതിയ അല്ലെ ഒരു ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോറൻസ് എൽ ഫീൽഡ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ രീതിയിൽ മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കാം എന്നുള്ളത്. നമ്മൾ നേരത്തെ ഒരു മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിച്ചു അല്ലെ, ആ മെഡിക്കൽ റെക്കോർഡിനെ സൂക്ഷിക്കുന്ന രീതി എന്താണ് പറഞ്ഞത്, സോഴ്സ് ഓറിയന്റഡ് അല്ലെ. സോഴ്സ് ഓറിയന്റഡ് എന്ന് പറഞ്ഞ് നമ്മൾ സൂക്ഷിച്ച മെഡിക്കൽ റെക്കോർഡ് എന്താണ് പല പല ഡിഫറെന്റ് കാര്യങ്ങൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഒന്നിച്ചാണ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ രീതി അനുസരിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതി അനുസരിച്ചിട്ട് ഒരു ഡോക്ടറാണ് പേഷ്യന്റിനെ എക്സാം ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഡോക്ടറിൻ്റെതായിട്ടുള്ള വ്യക്തിപരമായ രീതിയിൽ ചിന്താഗതിയിലൊക്കെയാണ് ഈ മെഡിക്കൽ റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കുന്നത്. അത് അദ്ദേഹം എന്താണ് ഡോക്ടറിന്റെ ബേസിൽ 4ആയിട്ട് തിരിക്കുന്നുണ്ട്. ഈ ഡോക്ടറിന്റെ മെഡിക്കൽ റെക്കോർഡ് ഈ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിനെ 4ആയിട്ട് വിഭജിക്കുന്നുണ്ട്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന അതാണ് പറയുന്നത് ബേസിക് പാർട്സ് ഓഫ് POMR എന്ന് പറയുന്നത്. അതായത് 4 പാർട്ടായിട്ട് ഈ ഒരു റെക്കോർഡ് മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കുന്നതിനെ വിഭജിക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് പാർട്ടാണ് ഡാറ്റാബേസ്. ആ ഡാറ്റാബേസ് എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുള്ള കാര്യമാണ് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അവിടെ ജസ്റ്റ് നമുക്കറിയാം അഡ്മിഷന് വരുന്നത് തുടങ്ങി എന്താണ് അവിടെ മെഡിക്കൽ ഹിസ്റ്ററിയും ഡോക്ടറിന്റെ ജസ്റ്റ് ഉള്ള ഐഡന്റിഫിക്കേഷൻ അല്ലെ, അവരുടെ എക്സാമിനേഷനും then എന്താണ് എന്തെങ്കിലും ലാബിലേക്ക് അയക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഡാറ്റാബേസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്തായാലും ക്ലിയർ ആയോ? വേറൊരു മെത്തേഡാണ് മെഡിക്കൽ റെക്കോർഡിന്റെ ഓരോ പേഷ്യന്റിനെ സംബന്ധിച്ച് സൂക്ഷിച്ചു വെക്കുന്ന വേറൊരു റെക്കോർഡാണ്, വേറൊരു മെത്തേഡാണ്. ക്ലിയർ ആയോ ഇവിടെ വരെയും?
ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രോബ്ലം ലിസ്റ്റ് ആണ്. ഇനി ഡോക്ടറിന്റെ ബേസിൽ അടുത്തൊരു ലിസ്റ്റ് എന്ന് പറയുന്നത് പ്രോബ്ലം ലിസ്റ്റ് ആണ്. ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഓൺ എ ഫോം പ്ലേസ്ഡ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ റെക്കോർഡ്. അതായത് നമുക്കറിയാം രേഖയുടെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഫോമിലാണ് ഇതെല്ലാം തയ്യാറാണ്. അതായത് ഈ ഒരു പ്രോബ്ലം ലിസ്റ്റിന്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഫോം ഉണ്ട്. ആ ഫോമാറ്റിലാണ് കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത്. പ്രോബ്ലംസ് ആർ എനിത്തിങ് ദാറ്റ് യു നീഡ് മാനേജ്മെന്റ് ഓർ ഡയഗ്നോസ്റ്റിക് വർക്കപ്പ്. അതായത് രോഗനിർണയത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ, ഇൻക്ലൂഡിങ് മെഡിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് ഡെമോഗ്രാഫിക് പ്രോബ്ലംസ് പാസ്റ്റ് ആൻഡ് പ്രസന്റ്. അതായത് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അല്ലെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോഷ്യലും എക്കണോമിക്കലും, അതായത് സാമ്പത്തിക വശവും ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അത്തരത്തിലുള്ള എല്ലാ വശങ്ങളും ഈ ഒരു ഫോമാറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. Then list must frame the problems at the level of physicians apprehension of a particular problem. എന്താണ് apprehension of a particular problem എന്ന് വെച്ചാൽ ഈ അല്ലെ നമ്മളെ ഫിസിഷ്യന്റെ ധാരണയാണ് ഇവിടെ പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ധാരണയിൽ എന്താണ് ഇദ്ദേഹത്തിന് വന്നിരിക്കുന്ന പർട്ടിക്കുലർ പ്രോബ്ലം അല്ലെ, അതാണ് അതിന്റെ ഒരു സ്ഥിരീകരണം. എന്താണ് ആക്ച്വലി ഇദ്ദേഹത്തിന്, നമുക്ക് കുറെ ഡോക്ടേഴ്സിന് കുറെ കാര്യങ്ങൾ, കുറെ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ വ്യക്തി ഇങ്ങനെയാണ് അല്ലെ, നമ്മുടെ ഏജും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അപ്പൊ ഡോക്ടർ ഒരു അനലൈസ് ചെയ്യും. ഓക്കെ, ഈ വ്യക്തിക്ക് ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത അല്ലെ, അതാണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത്. Physician must frame the problem at the level of a physician's apprehension of a particular problem. ആ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നിലപാട്, ധാരണ എന്താണുള്ളത്. Then problem list may contain a statement of an abnormal finding, physiological detection or a specific diagnosis. അതായത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടെത്തലുകൾ ഉണ്ട് എങ്കിൽ എന്താണ്, അതേമാതിരി തന്നെ സൈക്കോളജി ഡിറ്റക്ഷൻ, എന്തെങ്കിലും ഒരു മനഃശാസ്ത്രീയപരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ ഇദ്ദേഹത്തിന് ഉണ്ടായെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം അദ്ദേഹം എന്താണ് ഇതില് ഈ ഒരു പ്രോബ്ലം ലിസ്റ്റിന്റെ പാർട്ടിലാണ് കുറിക്കേണ്ടത്. നെക്സ്റ്റ് എന്താ പറയുന്നത്, അഡീഷൻസ് ആൻഡ് ചേഞ്ച് ആർ മേഡ് ഇൻ ദ ലിസ്റ്റ് സിൻസ് ന്യൂ പ്രോബ്ലംസ് ആർ ഐഡന്റിഫൈഡ് ആൻഡ് ആക്റ്റീവ് പ്രോബ്ലംസ് റിസോൾവ്. നിങ്ങൾക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഒരു വ്യക്തിക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ എന്താണ് അസുഖം എന്ന് ആ വ്യക്തിക്ക് അറിയില്ല അല്ലെ. അപ്പൊ ആ വ്യക്തി അറിയില്ലാത്ത രീതിയിൽ നമുക്കറിയാം എന്താണ് പ്രോബ്ലം എന്ന് അറിയില്ല. ഇപ്പൊ ചിലപ്പോ വെയിറ്റ് കുറയുന്നു, ബ്ലഡ് കുറയുന്നു, പക്ഷെ നാച്ചുറലി അദ്ദേഹത്തിന് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തതാണ്. അപ്പൊ എന്താണ് കുറെ ഡീറ്റെയിൽസുകളൊക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അല്ലെ. ഡാറ്റാ ബേസിൽ കുറെ ഡീറ്റെയിൽസുകൾ ഉൾപ്പെടുത്തുന്നു. നെക്സ്റ്റ് ബേസിൽ ഇദ്ദേഹത്തിൻ്റെതായ ഫിസിഷ്യന്റേതായ നിലപാടനുസരിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ അവര് ഉൾപ്പെടുത്തും. അപ്പൊ ചില ഡയഗ്നോസിസ് കാര്യങ്ങൾക്കൊക്കെ ഇദ്ദേഹത്തിനെ പറഞ്ഞേക്കും. ഓക്കെ, രോഗനിർണയത്തിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ എക്സ്റേ എടുക്കണമെന്നോ അല്ലെങ്കിൽ CT സ്കാൻ എടുക്കണമെന്നോ അല്ലെങ്കിൽ ഈ ലാബിലെ ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ അവര് പറഞ്ഞേക്കില്ലേ, ഉണ്ടാവൂലേ. എന്തെങ്കിലും ഒരു അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടെത്തുമ്പോഴാണ് ഇദ്ദേഹം അങ്ങനെ തീരുമാനിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞേക്കുമ്പോഴും അതിന്റെ ഡാറ്റാസ് ഒക്കെ അവിടെ ഉൾപ്പെടുത്തണമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഡിറ്റക്ഷൻ അല്ലെ, ഇതൊക്കെ ഒന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞു. വീണ്ടും അഡീഷൻ ആൻഡ് ചേഞ്ച് ആർ മേഡ് ഇൻ ദ ലിസ്റ്റ് സിൻസ് ന്യൂ പ്രോബ്ലംസ് ആർ ഐഡന്റിഫൈഡ് ആൻഡ് ആക്റ്റീവ് പ്രോബ്ലംസ് റിസോൾവ്. അപ്പൊ നമുക്കറിയാം ചില പ്രോബ്ലംസ് ഒക്കെ നമ്മളിപ്പോ അല്ലെ എന്തെങ്കിലും രോഗം എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് വരുമ്പോൾ ചിലതൊക്കെ എന്താണ് സോൾവ് ചെയ്ത് പോകും, ചിലതൊക്കെ പുതിയ പ്രോബ്ലംസ് അല്ലെ പൊട്ടിമുളിച്ച് വരാനായിട്ടൊക്കെ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രോബ്ലംസ് ആർ മാർക്ക്ഡ് ഡ്രോപ്പ്ഡ് ഓർ റിസോൾവ്ഡ്. അതായത് നമുക്ക് അല്ലെ ഒഴിഞ്ഞു പോകരുത്, അതായത് എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, അസുഖങ്ങളൊക്കെ ഭേദമായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, അതിൽ നിന്ന് വേണ്ടാന്ന് വെക്കും. എന്തെങ്കിലും ഒരു അസുഖത്തിന് ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു അല്ലെ, ഒരു ജസ്റ്റ് എന്താ ഒരു നോട്ടത്തിലുള്ള കാഴ്ചയിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ മെഡിസിൻ കൊടുത്ത് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ഒഴിഞ്ഞു പോയെങ്കിൽ എന്താണ്, അത് ഇവരുടെ ഫയലിൽ നിന്ന് ഒഴിവാക്കുന്നു. ദെൻ എന്താണ്, പുതിയത് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അല്ലെ, പുതിയ അസുഖങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതുമായ ഡീറ്റെയിൽസ് പിന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരു ഡോക്ടറിന്റെ ഒരു ഐഡിയയിലുള്ള രീതിയിലാണ് ഈ റെക്കോർഡ് സൂക്ഷിക്കുന്നത്. അപ്പോ അദ്ദേഹം കുറെ ഡീറ്റെയിൽസ് ഒക്കെ എപ്പോഴും ആവശ്യമുള്ള ഡീറ്റെയിൽസ് ആണ് അല്ലെ, അത് എന്താണ് ഡാറ്റാബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവര് സൂക്ഷിച്ചു വെക്കുന്നു. അതായത് പ്രോബ്ലം ലിസ്റ്റിൽ വരുമ്പോൾ നമുക്കറിയാം
ചില അസുഖങ്ങൾ എന്താണ് നാച്ചുറലി 1-2 ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ തന്നെ ഒഴിവായി പോകും. പക്ഷെ ചില അസുഖങ്ങൾ പിന്നെയും കണ്ടിന്യൂ ചെയ്തു പോകും. ഇല്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ചില അസുഖങ്ങൾക്കൊക്കെ അതിന്റെ രോഗാവസ്ഥ ശമിച്ചു പോകും. പക്ഷെ ചില അസുഖങ്ങൾ കണ്ടിന്യൂ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഉണ്ടാവില്ലേ? പ്രോബ്ലം ലിസ്റ്റ് ക്ലിയർ അല്ല. പ്രോബ്ലം ലിസ്റ്റിൽ നോക്കാം. പ്രോബ്ലം ലിസ്റ്റ് എന്തുകൊണ്ടാണെന്ന് ചെയ്യാം, നിങ്ങളുടെ ഐഡിയ മനസ്സിൽ ഇത് ഒരു എന്താ പറയാ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ശ്രദ്ധിച്ചിരിക്കാം. ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഓൺ 4 places in the front of the record. അതായത് എന്തെങ്കിലും ഒരു ഫോമാറ്റ് രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അത് എന്താണ് അതിന്റെ രേഖയുടെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഫോമിലാണ് ഇതെല്ലാം എഴുതി സൂക്ഷിക്കുന്നത്. ഇതിലെ പ്രധാനമായിട്ടും പറയുന്നത് എന്താ, പ്രോബ്ലംസ് ആർ എനിത്തിങ് ദാറ്റ് നീഡ് മാനേജ്മെന്റ് ഓർ ഡയഗ്നോസ്റ്റിക് വർക്കം. ചിലതൊക്കെ എന്താണ് അത് എന്തെങ്കിലുമൊക്കെ ആവശ്യമാണ് അല്ലെ, ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടിയിട്ട് രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ചില പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നമ്മള് നമ്മൾ ജസ്റ്റ് എന്താണ് ഒരു ഗ്യാസ് ട്രബിൾ ഉണ്ട് അല്ലെ, അപ്പൊ എന്താണ് ചെയ്യുന്നത്, ഗ്യാസിന്റേതായിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ് അതിൻ്റെതായിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും അല്ലെ അതിൻ്റെതായ പർപ്പസിലേക്ക് വരും. അപ്പൊ നമ്മൾ എന്തെങ്കിലും എന്താണ് ഗ്യാസ് ട്രബിൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ആണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം അല്ലെ, എന്താണ് ഇപ്പോ പുതിയ മെത്തേഡുകളുണ്ട് അല്ലെ. അപ്പോൾ നമ്മൾ എന്താണ് അതിന്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയല്ലോ, ഒരു ക്യാമറയും കൂടി കൂട്ടിക്കിടത്തി വിട്ടിട്ട് വായിലൂടെ വിടുന്നത് എൻഡോസ്കോപ്പി. എൻഡോസ്കോപ്പി പോലെയുള്ള പുതിയ ടെക്നിക്ക് ഉണ്ട്. അപ്പൊ എൻഡോസ്കോപ്പി പോലെയുള്ള ആ ഒരു ഡയഗ്നോസ്റ്റിക് ഫംഗ്ഷന് വേണ്ടിയിട്ട് അത് രോഗം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇദ്ദേഹത്തിന് പറഞ്ഞു വിടും. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് വേണ്ടി ഇദ്ദേഹത്തിന്റെ ലക്ഷണം അനുസരിച്ചിട്ട് ഒരു പേഷ്യന്റിന്റെ ലക്ഷണം അനുസരിച്ചിട്ട് പല രോഗനിർണയ കാര്യത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനെ പറഞ്ഞു വിടും അല്ലെ. അത് ചിലപ്പോൾ ലാബിലായിരിക്കാം, ചിലപ്പോൾ സ്കാനിങ് സെന്ററിലായിരിക്കാം, ചിലപ്പോൾ ഇത് മാതിരിയുള്ള എന്തെങ്കിലും അല്ലെ എൻഡോസ്കോപ്പി പോലെയുള്ള എന്തെങ്കിലും കാര്യത്തിനായിരിക്കും അല്ലെ. അതില് പിന്നെ അവിടെ നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നു, ഇതിന്റെ ഒപ്പം തന്നെ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് ഡെമോഗ്രാഫിക് പ്രോബ്ലംസ് പാസ്റ്റ് ആൻഡ് പ്രസന്റ്. നിലവിലുള്ളതും എന്താണ് നേരത്തെ ഉള്ളതുമായിട്ടുള്ള മറ്റ് പ്രോബ്ലംസ്, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും അതിൽ ഉൾപ്പെടുത്തും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പേഷ്യന്റിന്റെ പ്രൊഫൈലിൽ ഉൾപ്പെടുത്തുന്നതായിട്ടുള്ള ഡീറ്റെയിൽസും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. Then next നോക്കാം, ലിസ്റ്റ് മസ്റ്റ് ഫ്രെയിം ദ പ്രോബ്ലം അറ്റ് ദ ലെവൽ ഓഫ് എ ഫിസിഷ്യൻസ് അപ്രിഹെൻഷൻ ഓഫ് എ പർട്ടിക്കുലർ പ്രോബ്ലം. അതായത് ഇദ്ദേഹം ഈ പ്രോബ്ലം, ഈ ഒരു വ്യക്തിക്ക് വരുന്ന അസുഖത്തിൻ്റെതായിട്ടുള്ള പ്രോബ്ലത്തിന്റെ ലെവല് അത് എന്താണ് സ്ഥാപിക്കുകയാണ് അദ്ദേഹത്തിന്റെ ധാരണയുടെ പുറത്തിലാണ് അല്ലെ. നമ്മള് ഡോക്ടർ ഒരു ധാരണയുണ്ട് ഇദ്ദേഹത്തിന് വരുന്ന എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക്കിൽ കൊടുത്തിരിക്കുന്ന ടെസ്റ്റുകളുടെ റിസൾട്ടുകളൊക്കെ വായിച്ചിട്ട് ഇദ്ദേഹം ഒരു പർട്ടിക്കുലർ ധാരണയിലേക്ക് എത്താണ് അല്ലെ, ആ ഒരു ഡോക്ടർ ധാരണയിലേക്ക് എത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതില് എന്താണ് സ്ഥാപിക്കേണ്ടതുണ്ട്. ഇവരുടെ മെഡിക്കൽ റെക്കോർഡില് ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ധാരണകളെല്ലാം സ്ഥാപിക്കണം എന്നുള്ളതാണ് ആ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത്, പ്രോബ്ലം ലിസ്റ്റ് മേ കണ്ടെയ്ൻ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ആൻ അബ്നോർമൽ ഫൈൻഡിങ്. അതായത് ഇങ്ങനെ കണ്ടെത്തുന്നത് അല്ലെ, നമ്മൾ സ്ഥിരീകരിക്കുന്ന കുറെ കാര്യങ്ങളോടൊപ്പം തന്നെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഒക്കെ അദ്ദേഹം മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ, എന്തെങ്കിലും സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡിറ്റക്ഷൻ അല്ലെ, എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള വീക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം മനസ്സിലാക്കി എടുക്കുക, അല്ലെങ്കിൽ സ്പെസിഫിക് ഡയഗ്നോസിസ്, ഒരു സ്പെഷ്യൽ രോഗനിർണയ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം കണ്ടെത്താണെങ്കിൽ അതെല്ലാം അതിൽ ഉൾപ്പെടുത്തും. മെഡിക്കൽ റെക്കോർഡിൽ അദ്ദേഹം അതെല്ലാം ഉൾപ്പെടുത്തും. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയി പോകുന്നുണ്ടോ? പ്രോബ്ലം ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നെക്സ്റ്റ് ആണ്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് പറയുന്ന, അഡീഷൻ ആൻഡ് ചേഞ്ചസ് ആർ മെയ്ഡ് ഇൻ ദ ലിസ്റ്റ് സിൻസ് ന്യൂ പ്രോബ്ലംസ് ആർ ഐഡന്റിഫൈഡ് ആൻഡ് ആക്റ്റീവ് പ്രോബ്ലംസ് റിസോൾവ്ഡ്. അതായത് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കും ഈ ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ പേഷ്യന്റിന്റേതായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചില കാര്യങ്ങളെല്ലാം എന്താണ് ചിലപ്പോൾ ഒഴിവായി പോയിട്ടുണ്ടാവും, ചില പ്രോബ്ലംസ് ഒക്കെ ഒഴിവായി പോയിട്ടുണ്ടാവും. ചിലതൊക്കെ പുതിയ ന്യൂ പ്രോബ്ലംസ് ആയിട്ട് വന്നിട്ടും ഉണ്ടാവും. ചില അസുഖങ്ങൾ അങ്ങനെയാണല്ലോ, ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിമുളിച്ച് വരും, ചിലതിനൊക്കെ ശമനം ഉണ്ടാവാനായിട്ടൊക്കെ സാധ്യതയുണ്ട് അല്ലെ. Addition and change are made in the list since new problems are identified and active problems are resolved. ആക്റ്റീവ് ആയിട്ട് നിന്നിരുന്ന
എന്തെങ്കിലും പ്രോബ്ലം അല്ലെ, എന്തെങ്കിലും അസുഖം അത് റിസോൾവ് ആയി പോവുകയും ചെയ്തു, അതല്ലെങ്കിൽ എന്താണ് പുതിയ പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ടൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം അതിൽ നോട്ട് ചെയ്യും. പ്രോബ്ലംസ് ആർ മാർക്കഡ്, ഡ്രോപ്പ്ഡ് ഓർ റിസോൾവ്ഡ്. അതായത് നമ്മളിപ്പോ പരിഹരിക്കപ്പെട്ട പ്രോബ്ലം ആണെങ്കിൽ അത് നമ്മൾ അതിൽ നിന്നോട് പറഞ്ഞു, അതായത് ആ വ്യക്തിക്ക് പിന്നെ അസുഖം ഇല്ല അല്ലെ, സോൾവ് ചെയ്തു പോയി. അതല്ലെങ്കിൽ എന്താണ് രോഗം വന്ന് മാറിപ്പോയി അല്ലെ, ഇല്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ അതെല്ലാം ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പുതിയ പ്രോബ്ലത്തിൻ്റെതായിട്ടുള്ള മാറ്റേഴ്സ് മാത്രമാണ് അവിടെ എന്താണ് കീപ്പ് ചെയ്ത് വെക്കുന്നത്. ക്ലിയർ ആയോ? ഇതാണ് പ്രോബ്ലം ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ. എല്ലാവരും നമ്മൾ എന്താ പറയുക മനസ്സിലാക്കി പോകേണ്ടതാണ്. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ. നമ്മള് ചെല്ലുമ്പോൾ തുടങ്ങിയുള്ള ഡീറ്റെയിൽസ് എല്ലാം എന്താണ് കമ്പ്യൂട്ടറിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും ഇല്ലേ? അങ്ങനെയല്ലേ ഒരു നമ്പറിൽ ഇപ്പൊ ഡോക്ടേഴ്സ് അങ്ങനെയല്ലേ നോക്കുന്നത്? ഓക്കെ, പക്ഷെ നമ്മളിതെല്ലാം മനസ്സിലാക്കി പോകണം. ഇങ്ങനെയുള്ള രീതികളൊക്കെ ആയിരുന്നു പഴയ കാര്യങ്ങളിലൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എങ്ങനെയാണ് പ്രോബ്ലം ലിസ്റ്റ് ഇദ്ദേഹം അതിലെ 2 സെക്ഷനാണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി വീണ്ടും ഇനീഷ്യൽ പ്ലാൻസ് വരുന്നുണ്ട്. ഇനീഷ്യൽ പ്ലാൻസിൽ എന്താ പറയാനേ നോക്കാം. ഇറ്റ് എക്സ്പ്ലെയിൻ what will be done to learn more about the patient's condition, treat the condition and instruct the patient about the condition. അതായത് നമ്മളിപ്പോ നിർദ്ദേശങ്ങൾ കൊടുക്കണം അല്ലെ. രോഗനിർണയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പേഷ്യന്റിന് കുറെ കാര്യങ്ങളൊക്കെ കൊടുക്കണം അല്ലെ, മെഡിസിനും കാര്യങ്ങളും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കണം അല്ലെ. ഇനീഷ്യൽ പ്ലാനിൽ എന്താ പറയുന്നത്? ഇറ്റ് എക്സ്പ്ലെയിൻ what will be done to learn more about the patient condition. പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്താണോ കണ്ടെത്തിയത് അല്ലെ, എന്താണോ മനസ്സിലാക്കിയത്, അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എന്താണ് ട്രീറ്റ്മെന്റിന്റെ കണ്ടീഷൻ ആൻഡ് ഇൻസ്ട്രക്ട് ദ പേഷ്യന്റ് അബൌട്ട് ദ കണ്ടീഷൻ. ആ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടേതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ ആ ഒരു ഇനീഷ്യൽ പ്ലാൻസിലാണ് ഉൾപ്പെടുത്തുന്നത്. കണ്ടീഷൻ ഡക്റ്റഡ് ഓർ നോട്ട് ടു ബി റൂൾഡ് ഔട്ട് ആർ നോട്ടഡ് ഇൻ ദ ഇനീഷ്യൽ പ്ലാൻ. അതായത് ഇനി എന്തെങ്കിലും അല്ലെ നമ്മളിപ്പോ ഡൗട്ടായിട്ടുള്ള കാര്യങ്ങൾ കണ്ടീഷൻ ഡക്റ്റഡ് ഓർ നോട്ട് ടു ബി റൂൾഡ് ഔട്ട് ആർ നോട്ടഡ് ഇൻ ദ ഇനീഷ്യൽ പ്ലാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രോഗിയുടെ രോഗാവസ്ഥ അല്ലെ, അത് എന്തെങ്കിലും രോഗിക്ക് രോഗാവസ്ഥയെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ബോധവൽക്കരണ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കണം. ദെൻ സ്പെസിഫിക് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഇതിൽ വരുന്നത്. ദെൻ സ്പെസിഫിക് പ്ലാൻ ഫോർ ഈച്ച് പ്രോബ്ലംസ് ആർ categorized into more information for diagnosis management. അതായത് ഇവിടെയും എന്താണ് നമ്മൾ എന്തെങ്കിലും സ്പെസിഫിക് പ്രോബ്ലംസ് ഈച്ച് പ്രോബ്ലംസ് categorized into more information for diagnosis management. അതായത് നമ്മളിപ്പോ പുതിയതായിട്ട് കണ്ടെത്തിയ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന് നമുക്ക് വീണ്ടും ഡയഗ്നോസിസ് അല്ലെ രോഗനിർണയത്തിനൊക്കെ വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അത്തരം കാര്യങ്ങൾ മാത്രം അതിൽ ഉൾക്കൊള്ളുക. then എന്താണ് മറ്റേതൊക്കെ എന്താണ് ഈ കഴിഞ്ഞ അല്ലെ അസുഖം മാറിയ കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് വേണ്ടാന്ന് വെക്കുക എന്നുള്ളതാണ്, റൂൾഡ് ഔട്ട് വേണ്ടാന്ന് വെക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? തെറാപ്പി, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡ്രഗ്സ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ഗോൾസ്. അതായത് രോഗത്തിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന മരുന്നുകളും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊസീജിയേഴ്സ്, ഇപ്പൊ നമുക്കറിയാൻ ഡയാലിസിസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നമുക്കറിയാം എന്താണ് ലക്ഷ്യം, ഈ രോഗിയുടെ രോഗാവസ്ഥ മാറുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഇന്നില്ല അല്ലെ ഓരോരോ ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇന്നിന്ന രീതിയിൽ ചെയ്താൽ മാത്രമാണ് ഈ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള രീതിയിലുള്ള തെറാപ്പിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനീഷ്യൽ പ്ലാൻസിൽ. അടുത്തതായിട്ട് പറയുന്നത് പേഷ്യന്റ് എഡ്യൂക്കേഷൻ. അത് നമുക്കറിയാം പേഷ്യന്റിന്റെ അല്ലെ പേഷ്യന്റിനെ പറഞ്ഞു കൊടുക്കുന്ന കുറെ നിർദ്ദേശങ്ങൾ അല്ലെ, അവരെ മനസ്സിലാക്കി കൊടുക്കുന്ന അവരെ ബോധവൽക്കരണം ചെയ്ത് കൊടുക്കുന്ന മാറ്റേഴ്സ് ആണ് ഇനീഷ്യൽ പ്ലാൻസിൽ അടുത്തതായിട്ട് പറയുന്നത്. അങ്ങനെ എന്താണ് നമ്മുടെ ഒരു 5 പോയിന്റ് പറയുന്നുണ്ട്. ഫസ്റ്റ് എന്താ പറയുന്നത് പേഷ്യന്റിന്റെ കണ്ടീഷൻ അല്ലെ, അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടത് അദ്ദേഹത്തിനുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. നമുക്കറിയാം ഓരോ ഭാഗങ്ങളും അല്ലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് എപ്പോഴും ആവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞു അല്ലെ. ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം എന്തെങ്കിലും അല്ലെ ട്രീറ്റ്മെന്റ് പാലിയുമായി ബന്ധപ്പെട്ട് പേഷ്യന്റിന് നിർദ്ദേശങ്ങൾ കൊടുത്തില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് ആണെന്നെങ്കിൽ ആ ഒരു ഫയൽ എടുത്ത് നോക്കുന്നു നമ്മൾ അല്ലെ. അപ്പൊ അതിനെ POMR ഉള്ള രീതിയിലാണ് മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കുന്നതെങ്കിൽ അവിടെ ഇനീഷ്യൽ പ്ലാൻ എടുത്ത് നോക്കുന്നു, അവിടെ പേഷ്യൻസിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നോ, അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. അപ്പൊ നോക്കുമ്പോൾ എന്താണ്
ഓക്കെയാണ്, ഇന്ന ഡേറ്റിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിട്ടുണ്ട്, ഷുഗർ വരാൻ ചാൻസ് ഉണ്ട്, അപ്പൊ ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം അല്ലെ, ഇന്ന രീതിയിലാണ് നിങ്ങൾ അത് കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഡൗട്ടുകൾക്കൊക്കെ സംശയങ്ങൾക്കൊക്കെ സ്ഥിരീകരണം വന്നിട്ടുണ്ടെന്നൊക്കെയുള്ള മാറ്റേഴ്സ് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ആണോ? ഓക്കെ, അങ്ങനെ ഒരു മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കുന്ന ഒരു വിധമാണ് POMR. അതിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. എന്താണ് ലാസ്റ്റ് ഭാഗത്ത് പറയുന്നത്? പ്രോഗ്രസ് നോട്ട്. പ്രോഗ്രസ് നോട്ടിൽ എന്താ പറയുന്നത്? ഫോളോ അപ്പ് ഫോർ ഈച്ച് പ്രോബ്ലം. അതായത് ഓരോ പ്രോബ്ലം അല്ലെ, ഓരോ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതിന്റെ ഇതായിട്ടുള്ള ഫോളോ അപ്പ് എത്രത്തോളം നമുക്കറിയാം. ഓക്കെ, നമുക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ചെറുതായിട്ടൊന്ന് ഒരു രൂപരേഖ പോലെ പറഞ്ഞുതരാം. അതിലെ ലാസ്റ്റ് വേണ്ടി പറയുന്നത് പ്രോഗ്രസ് നോട്ട് എന്ന് പറയുമ്പോൾ പുരോഗതി അല്ലെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എത്രത്തോളം മാറ്റങ്ങൾ വന്നു, ഷുഗർ എത്രത്തോളം വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആയിരിക്കും പ്രോഗ്രസ് നോട്ടിൽ ഉൾപ്പെടുത്തുന്നത്. Then each note is preceded by the number and title of the apart problem and contain any of SOAP. എന്താണ് SOAP എന്നുള്ളത് വീണ്ടും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് അവിടെ വരെ നിങ്ങൾ നോക്കിയാൽ മതി. ഫോളോ അപ്പ് ഫോർ ഈച്ച് പ്രോബ്ലംസ് അതാണ് പ്രോഗ്രസ് നോട്ടിൽ ഉൾപ്പെടുന്നത്. അതായത് നമ്മൾ വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ഡോക്ടറിനെ കാണേണ്ടതായിട്ട് വരും ചിലപ്പോഴൊക്കെ അല്ലെ, ചില ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് പ്രോഗ്രസ് നോട്ടിൽ അവിടെ അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. ഓക്കെ, അത്രയാണ് POMR വഴി നമ്മൾ മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കുന്ന വിധം. POMR വഴി മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കുക എന്നുള്ളതിന്റെ ഒരു പ്രത്യേകത, അവിടെ മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കുന്നതിന്റെ മെയിൻ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത് ഡോക്ടറിന്റെ പരിഗണനയിലാണ്. അതായത് അവിടെ ആ പേഷ്യന്റിനെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർ എങ്ങനെയാണോ എന്താണോ ഉദ്ദേശിക്കുന്നത് അല്ലെ, അദ്ദേഹത്തിന്റെ മാനദണ്ഡങ്ങളാണ് പൊതുവെ ആ ഒരു മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടായിരിക്കും. ആ ഒരു കാര്യം ക്ലിയർ ആയിരുന്നു. മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കുക എന്നുള്ളത് ഡോക്ടറിന്റെ ബേസിലാണ്, ഡോക്ടറിന്റെ വ്യക്തിപരമായ ചിന്തയിലാണ്. ഓക്കെ, ഡോക്ടറിന്റെ യുക്തിപരമായ ചിന്തയിലാണ് എന്നുള്ളതാണ് അതിന്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. അപ്പൊ ഡോക്ടറിന്റെ യുക്തിപരമായ ചിന്തയിൽ നമുക്കറിയാം, നമ്മൾ ഒരു പേഷ്യന്റിനെ എടുക്കാം. ഒരു പേഷ്യന്റ് ഡോക്ടറെ കാണാൻ വരുന്നു. അപ്പൊ എന്താണ് പേഷ്യന്റ് ഡോക്ടറെ കാണാൻ വരുമ്പോ ആക്ച്വലി നമുക്കറിയാലേ, ഡോക്ടർ ജസ്റ്റ് ഈ വ്യക്തിയെ മാത്രമാണ് നോക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏജും അദ്ദേഹത്തിന്റെ അല്ലെ ഹൈറ്റും വെയിറ്റും എല്ലാം തന്നെ മനസ്സിലാക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആണോ? അങ്ങനെയാണോ? അങ്ങനെയൊക്കെ നോക്കൂലേ? അപ്പൊ അത്തരത്തിൽ ഡീറ്റെയിൽസ് എന്തായാലും മസ്റ്റായിട്ട് അവിടെ വേണം അല്ലെ. അപ്പൊ അവിടെ എന്താണ് ഈ ഡോക്ടറിന്റെ രീതിയിലുള്ള റെക്കോർഡ് സൂക്ഷിക്കലായതുകൊണ്ട് തന്നെ അത് 4ആയിട്ട് തിരിക്കുന്നുണ്ട്. ഈ റെക്കോർഡുകൾ എങ്ങനെയാണ് വിഭാഗീകരണം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡാറ്റാബേസ്, പ്രോബ്ലം ലിസ്റ്റ്, ഇനീഷ്യൽ പ്ലാൻ ആൻഡ് പ്രോഗ്രസ് നോട്ട് എന്നുള്ള 4ആയിട്ട് വിഭാഗീകരിച്ചിട്ടാണ് ഈ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നത്. അതിലെ ഡാറ്റാബേസ് എന്ന് പറയുന്ന റെക്കോർഡില് ഡോക്ടർ ഉദ്ദേശിക്കുന്ന മാറ്റേഴ്സ് എന്ന് പറയുന്നത് അവിടെ എന്താണ് ഇവരുടേതായിട്ടുള്ള പ്രൊഫൈൽ, പേഷ്യന്റിന്റെ പ്രൊഫൈൽ ഡീറ്റെയിൽസുകൾ അവിടെ മെയിൻ ആയിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ദെൻ നമുക്കറിയാം, ഒരു ഡോക്ടറിനെ കാണാൻ വരുമ്പോൾ അല്ലെ, അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ നാച്ചുറലി ചിലപ്പോ ആണെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റിംഗ് റിപ്പോർട്ട് കൊണ്ട് വരുന്നവരുണ്ടാവും, നേരത്തെ കൂട്ടി അസുഖങ്ങളുള്ളവരാണ്, അപ്പൊ അവരുടെ ഹിസ്റ്ററി ഉണ്ടാവും. പിന്നെന്താണ് അവർക്ക് എന്താണ് എന്തെങ്കിലും അല്ലെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ അവർക്കുള്ളതായിരിക്കും. ഇതെല്ലാം ഡോക്ടറിനെ അറിയിച്ചിട്ടാണ് അവർ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത്. ആണോ? ഉണ്ടാവില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? നമ്മളെ ഡോക്ടറിനെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ നമ്മൾ എന്താ പറയുക, കൊച്ചുകുട്ടികളെയൊക്കെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അവരുടെ മദേഴ്സിന്റെ വരെ ഹിസ്റ്ററി അവർ ചോദിച്ചിരുന്നു അല്ലെ. ഒരു ഇന്ന ടൈമിൽ ഇവരുടെ ഗ്രോത്ത് എന്തുകൊണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ അവരുടെ ഹിസ്റ്ററി ചോദിക്കുന്നത് പാരന്റ്സ് എങ്ങനെയായിരുന്നു, ഈ ടൈമിൽ പാരന്റ്സിന്റെ വെയിറ്റ് എങ്ങനെയായിരുന്നു, അങ്ങനെ കുറെ അല്ലെ. അവരുടെ ഹോർമോൺ ചേഞ്ചിങ്ങിന്റെ പ്രത്യേകത എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം തന്നെ അത്തരം പേഴ്സണൽ ആയിട്ടുള്ള ഹിസ്റ്ററീസ് ഒക്കെ ചോദിക്കും ഇല്ലേ? ഉണ്ടാവില്ലേ? അപ്പൊ പാസ്റ്റ് ഹിസ്റ്ററീസും അതിന്റെ സിംറ്റംസ്, ഫിസിക്കൽ എക്സാമിനേഷൻ, അങ്ങനെയുള്ള പൊതുവെ സ്റ്റാർട്ടിങ് ബേസ് ചെയ്തിട്ടുള്ള മാറ്റേഴ്സ് എല്ലാം തന്നെ ഡാറ്റാബേസിൽ അദ്ദേഹം അവിടെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നു, അതായത് രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നു. ഓക്കെ, അതിനോടൊപ്പം തന്നെ എന്താണ് അവിടെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്താണ് പ്രസന്റ് ഇൽനെസ്, നിലവിലുള്ള ഇൽനെസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്.
അതേമാതിരി തന്നെ പേഷ്യന്റിന്റെ പ്രൊഫൈല്, അസോസിയേറ്റഡ് സോഷ്യൽ ഡാറ്റ, പാസ്റ്റ് ഹിസ്റ്ററി ആൻഡ് റിവ്യൂ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങള്, ഫിസിക്കൽ എക്സാമിനേഷൻസ്. ഓട്ടോമാറ്റിക്കലി ഇവർ ജനിച്ചപ്പോ തന്നെ ജനിതകമായിട്ട് ഇവരുടെ രീതികൾ എങ്ങനെയായിരുന്നു അല്ലെ, ഈ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഡോക്ടറിന് കൊടുക്കണം അല്ലെ, സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കണം. അപ്പൊ അത്തരത്തിലുള്ള മെയിൻ ആയിട്ടുള്ള ഡാറ്റാസ് ആണ് ഡാറ്റാബേസിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ഡാറ്റാബേസ് എന്താന്നുള്ളത്? ക്ലിയർ ആവാത്ത POMRനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോ സ്റ്റാർട്ടിങ്. ഡാറ്റാബേസ് ആണ്. നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഡാറ്റാബേസിന്റെ സ്റ്റാർട്ടിങ് നേരത്തെ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോബ്ലം ലിസ്റ്റ് എടുക്കുകയാണ്. ഇപ്പൊ ഒരു രോഗി നമ്മൾ വരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടറുടെ വ്യക്തിപരമായ ചിന്തയിലാണ് അത് സൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ആദ്യം തന്നെ ഡാറ്റാബേസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കളക്ട് ചെയ്ത് സൂക്ഷിക്കുന്നത്. ദെൻ പ്രോബ്ലം ലിസ്റ്റിലേക്ക് വരികയാണ്. എന്താ പറയുക, ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരുടെയും കാര്യങ്ങൾക്ക് വ്യത്യസ്തതയുള്ളത് കൊണ്ടാണ് ഇവിടെ എന്താ പറയുക കോമഡിയിൽ പല കാര്യങ്ങളും പറയുന്നത്. നമുക്ക് ഒരു പേഴ്സന്റെ കാര്യമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ ഡീറ്റെയിൽസ് മാത്രം പറഞ്ഞാൽ മതി അല്ലെ. വ്യത്യസ്ത പേഴ്സൺ ആവുമ്പോൾ വ്യത്യസ്ത കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പൊ മോസ്റ്റ്ലി അതുകൊണ്ടാണ് പല കാര്യങ്ങളും അവിടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പ്രോബ്ലംസ് ബേസ് വരുമ്പോൾ എന്താണ് അവിടെ റെക്കോർഡിക്കലി ഫ്രണ്ടിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി എന്തെങ്കിലും അല്ലെ അവിടെ ജസ്റ്റ് പ്രോബ്ലമായിട്ട് ബന്ധപ്പെടുമ്പോൾ തന്നെ ഡെമോഗ്രാഫിക് പ്രോബ്ലംസും കൂടി പറയുന്നുണ്ട്. അതായത് ഏജ് ആയിട്ടും അദ്ദേഹത്തിന് വെയിറ്റ് വരുന്നില്ല, അല്ലെങ്കിൽ ഹൈറ്റ് വെക്കുന്നില്ല, അല്ലെങ്കിൽ അപ്പോൾ നമുക്കറിയാം കുറച്ച് ഡെമോക്രാറ്റിക് ഡീറ്റെയിൽസ് കൂടി അവിടെ ആ പ്രോബ്ലത്തിന്റെ മാറ്ററിൽ ഫസ്റ്റ് ഇനീഷ്യൽ ആയിട്ട് വരണം അല്ലേ. അപ്പൊ ആ ഒരു ഡീറ്റെയിൽസ് ജസ്റ്റ് എന്താണ് നമ്മുടെ പേഴ്സണൽ പ്രൊഫൈല് മാത്രമല്ല, അത് ഈ രോഗത്തിനുള്ള ഒരു മുൻകൂട്ടലായിട്ടുള്ള കാര്യം കൂടി ആയതുകൊണ്ട് തന്നെ ആ മാറ്റേഴ്സും കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടാണ് പ്രോബ്ലം ലിസ്റ്റിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. Then list must refrain problems at a level of a physicians. അപ്പൊ അതായത് ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെയുള്ളതെല്ലാം ഡോക്ടറിന്റെ കുറെ കാഴ്ചപ്പാടുണ്ടാണ് അല്ലെ. ഡോക്ടർ ഇദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ആലോചിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അല്ലെ പെർട്ടിക്കുലർ പ്രോബ്ലംസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നു. ദെൻ പ്രോബ്ലംസ് ലിസ്റ്റ് മേ കണ്ടെയ്ൻ സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അബ്നോർമാലിറ്റീസ് ഒക്കെ ഇദ്ദേഹത്തിന്റെ അല്ലെ ഈ ഡോക്ടറിന്റെ മൈൻഡിൽ തന്നെ മനസ്സിലാക്കി വരുന്നുണ്ടാവും. അത്തരത്തിലുള്ള മാറ്റേഴ്സ് ഉൾപ്പെടുത്തുന്നു. ദെൻ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്തെങ്കിലും ടെസ്റ്റിങ്ങിലും കാര്യങ്ങൾക്കൊക്കെ വിധേയമാക്കാനായിട്ട് തുടങ്ങും അല്ലെ. അപ്പൊ നമുക്ക് ഡയഗ്നോസിസ് രോഗനിർണയത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ അറിയാലോ, ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് നോക്കാം ഒരു ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ശ്വാസം തടസ്സം പോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അവർ എന്താ പറയാ ഒരു ഫിസിഷ്യന്റെ അടുത്ത് ചെല്ലണം. അപ്പൊ ഫിസിഷ്യൻ പറയാം ഓക്കെ ഇത് ഒരു പൾമിനോളജിസ്റ്റിനെ കാണിക്കാൻ പറയാം. അപ്പൊ എന്താണ് പൾമിനോളജിസ്റ്റിനെ കാണിക്കുന്നത്. പൾമിനോളജിസ്റ്റിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അദ്ദേഹം പറയാണ് അല്ലെ ഒരു ഹേർട്ടിന്റെ എന്തൊക്കെയോ സംതിങ് അപ്പൊ ഒരു ECG എടുക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ECG എടുക്കുന്നു. കാർഡിയോളജിസ്റ്റിനെ കാണിക്കാൻ പറയുന്നു. ഇപ്പോഴത്തെ കാലത്തുള്ള രീതിയിലേക്ക് ഞാൻ കൊണ്ടുപോവുകയുണ്ട, എന്നാലും നിങ്ങൾക്ക് അത് ക്ലിയർ ആവുള്ളൂ. അപ്പൊ കാർഡിയോളജിസ്റ്റിനെ കാണിക്കുമ്പോൾ ആ ഡീറ്റെയിൽസ് കിട്ടുന്നു അല്ലെ. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഒരു രോഗിയെ മാത്രം കൺസിഡർ ചെയ്യുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചില ടെസ്റ്റിങ്ങൾക്ക് വിധേയമാകേണ്ടതായിട്ട് വരും. അതുമായി ബന്ധപ്പെട്ട് എന്താണ് കുറച്ച് ഫൈൻഡിങ്സ് ചിലതൊക്കെ കണ്ടെത്തുന്നുണ്ടാവും. അപ്പൊ ചിലതൊക്കെ കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് എന്താ ഇത് ഒറ്റ ഒരു ദിവസം കൊണ്ടല്ല ഈ റെക്കോർഡ് ഷീറ്റ് സൂക്ഷിക്കുന്നത്. അദ്ദേഹം വരുന്ന ദിവസത്തിന്റെ എല്ലാ റെക്കോർഡ്സുകളുമാണ് ഇവിടെ സൂക്ഷിച്ചു പോവുക. ഇൻ കേസ് നമുക്കറിയാം ഒരു അഡ്മിഷന് വരുമ്പോൾ ഈ പല ഡിപ്പാർട്ട്മെന്റ് പല ഡയഗ്നോസ്റ്റിക് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ 2-3 ദിവസം എടുത്തിട്ടായിരിക്കും ഈ ഡയഗ്നോസ്റ്റിക് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അല്ലേ. അങ്ങനെയല്ലേ? അപ്പൊ അതിൻ്റെതായ റിപ്പോർട്ട്സ് ഒക്കെ സൂക്ഷിച്ചു വെക്കണ്ടേ? ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പ്രോബ്ലംസ് ലിസ്റ്റ് മേ കണ്ടെയ്ൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് അബ്നോർമാലിറ്റീസ് ഫൈൻഡിങ് സൈക്കോളജിക്കൽ ഡിറ്റക്ഷൻ ഓർ സ്പെസിഫിക് ഡയഗ്നോസിസ്. അപ്പൊ അങ്ങനെ ഡയഗ്നോസിസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തുന്നു. Then additional and change are made in the list. Then നമുക്ക് മനസ്സിലാവും ചില രോഗങ്ങളെല്ലാം എന്താണ് മെഡിസിൻസ് കൊടുത്താൽ മാറിപ്പോകുന്നുണ്ട് എങ്കിൽ അത് കുഴപ്പമില്ലാത്ത രോഗങ്ങളായിരിക്കും അല്ലെ. ചിലപ്പോൾ ഒരു ഗ്യാസിന്റെ പ്രോബ്ലം കൊണ്ടായിരിക്കും. അപ്പൊ പിന്നെ അത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല അല്ലെ. ആ മാറ്റേഴ്സ് ഒന്നും പിന്നെ അദ്ദേഹം അത് ഉൾപ്പെടുത്താനായിട്ട് തയ്യാറാവുന്നില്ല. നെക്സ്റ്റ് അഡീഷണൽ ആയിട്ടുള്ള പുതിയ എന്തെങ്കിലും രോഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മാറ്റേഴ്സ് ആയിരിക്കും പിന്നെ അതിൽ ഉൾപ്പെടുത്തി വരുന്നത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞുപോയ അസുഖങ്ങളൊക്കെ അദ്ദേഹം ആ റിപ്പോർട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നു എന്നുള്ളതാണ് പ്രോബ്ലം ലിസ്റ്റിന്റെ അവസാനത്തിൽ കാണുന്നത്.
ഓക്കെ, ക്ലിയർ ആയോ? ഇതുവരെ ഓക്കെ ആയോ? ഓക്കെ ആയോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇനീഷ്യൽ പ്ലാൻ. ഇനീഷ്യൽ പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ രോഗിയെ ഡിസ്ചാർജ് ചെയ്യുന്ന ആ ഒരു ടൈമിലേക്കൊക്കെ വരുമ്പോഴെന്താണ് അദ്ദേഹത്തിന് കുറെ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം അല്ലെ? തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. നിങ്ങളപ്പോ ഇന്ന മെഡിസിൻസ് കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന രീതിയിലെ ഭക്ഷണ രീതികളൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അവരുടെ ഡൗട്ടുകൾ ഉണ്ടാവും അല്ലെ? പേഷ്യൻസിന് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കണം. ആ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ചില ഇതുകൾ നമ്മൾ പറഞ്ഞു ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോ നേരത്തെ കുട്ടി ഇവരോട് ഇന്ന ഭക്ഷണത്തില് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. തീർച്ചയായിട്ടും പുതിയ ഒരു ട്രീറ്റ്മെന്റിന്റെ ബേസിൽ ചിലപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ടതായിട്ട് കാര്യവുമില്ല. അങ്ങനെ വരുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കോളാൻ തന്നെ അവര് നിർദ്ദേശിക്കും. ആക്ച്വലി എന്നിട്ട് അവസാനം എന്താണ് ഇനീഷ്യൽ പ്ലാൻസിൽ വരുമ്പോൾ പേഷ്യന്റിനെ അവിടെ പഠിപ്പിക്കുകയാണ് ഇന്ന മെഡിസിൻസ് കഴിക്കണം, ഇന്ന സമയത്ത് കഴിക്കണം, ഇന്ന ജീവിതശൈലി കാര്യങ്ങളെല്ലാം നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് എന്താണ് പ്രോഗ്രസ് നോട്ട്. പ്രോഗ്രസ് നോട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അതിന്റെ പുരോഗതി അവലോകനം ചെയ്യുന്നത് അല്ലെ? ഫോളോ അപ്പ് ഫോർ ഈച്ച് പ്രോബ്ലംസ്. ഓരോ പ്രോബ്ലത്തിന്റെ ഫോളോ അപ്പുകളാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ചിലപ്പോൾ നമുക്കറിയാം 2-3 ടൈമുകൾ അല്ലെ? നമുക്ക് ഫ്രീക്വന്റ്ലി ചിലപ്പോൾ ആണെങ്കിൽ മന്ത്ലി ഒക്കെ വന്നിട്ടായിരിക്കും അതിന്റെ ഫോളോ അപ്പ് എടുക്കുന്നത്. അത്തരത്തിലുള്ള മാറ്റേഴ്സ് ആണ് പ്രോഗ്രസ് നോട്ടിൽ കുറിച്ച് പോകും. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? POMR ഒക്കെയാണോ? അപ്പൊ നമ്മളൊന്ന് പഠിച്ചിരിക്കാൻ ഒരു എന്താ പറയുക മെഡിക്കൽ റെക്കോർഡിന്റെ ഒരു ഫോമാറ്റ് ആണ്. അത് ഒരു ഡോക്ടറിന്റെ രീതിയിലുള്ള കൺസിഡറേഷനിലാണ് അതിന്റെ ആ ഒരു റെക്കോർഡുകൾ സൂക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ആദ്യം അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡാറ്റാബേസിൽ നിന്നുള്ള സൂക്ഷിക്കുന്നു. ദെൻ അദ്ദേഹത്തിന്റെ ഈ പ്രോബ്ലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ഡയഗ്നോസ് ചെയ്യുന്നതും. ചിലതിനൊക്കെ എന്താണ് ചിലതൊക്കെ വേണ്ട അങ്ങനെ ഡയഗ്നോസ് ചെയ്ത് ജസ്റ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഒഴിവായപ്പോൾ നമുക്കൊരു പേഷ്യന്റിന് അഡ്മിഷൻ എടുത്ത ഒരു 5-8 ദിവസങ്ങൾക്ക് ശേഷമാണ് അവരുടെ ഫൈനലൈസേഷൻ ആയിട്ട് അല്ലെ? നല്ല ഒരുപാട് എന്താ പറയുക അസുഖം വഷളായ ഒരു പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ കൊണ്ടുവന്ന് വന്ന പിറ്റേ ദിവസം തന്നെ അഡ്മിഷൻ കഴിഞ്ഞ് വിടില്ല അല്ലെ? അവര് കുറെ എക്സാമിനേഷൻസ് കഴിഞ്ഞതിന് ശേഷമാണ് ചില രോഗങ്ങളെല്ലാം ശമിപ്പിക്കുകയും ചില രോഗങ്ങൾക്ക് വേണ്ടി മാത്രം മെഡിസിൻസ് ഒക്കെ കൊടുത്താണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയാണ് അവസാനം ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലുള്ള എന്താണ് രോഗങ്ങൾക്ക് അവര് ഒരു ഫോളോ അപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു അല്ലെ? അങ്ങനെയല്ലേ? എന്താണ് രോഗം എന്നൊക്കെ കണ്ടെത്താൻ വയ്യാത്ത ആൾക്കാരെ കൺഫ്യൂഷനായിട്ട് വരുമ്പോൾ അങ്ങനെയല്ലേ? ആണോ? ഒരു പേഷ്യന്റ് പ്രായമായൊക്കെ പേഷ്യൻസ് ഒക്കെ ആവുമ്പോ നമുക്കറിയാം ഏതിനാണ് എല്ലാത്തിനും മെഡിസിൻ എടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരുമ്പോഴും ബുദ്ധിമുട്ടാണ് അല്ലെ? കുറച്ച് കാര്യങ്ങളൊക്കെ അവര് മെഡിസിൻസ് ഒക്കെ കൊടുത്ത് തന്നെ അവരെന്താണ് അതിനെയൊക്കെ ഡൗൺ ചെയ്യും അല്ലെ? പിന്നെ അഡീഷണൽ ആയിട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട മെഡിസിൻസ് മാത്രം അസുഖങ്ങൾക്ക് മാത്രമാണ് തുടർ ചികിത്സ അവര് അനുവദിക്കുന്നത്. ബേസിക്കലി ആയിട്ടുള്ള വലിയ ഇഷ്യൂ ഇല്ലാത്ത മെഡിസിൻസ് ഒക്കെ കൊടുത്ത് അവര് അത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഒഴിവാക്കി കളയും ഇല്ലേ? അതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അപ്പൊ ഒരു ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിലാണോ അതൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നത് അല്ലെ? പിന്നെ പോകുമ്പോ വിട്ടയക്കുമ്പോ ഡിസ്ചാർജ് ചെയ്ത് വിട്ടയക്കുമ്പോ കുറെ നിർദ്ദേശങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും കൊടുക്കും അല്ലെ? അതാണ് ഇനീഷ്യൽ സ്റ്റേജിൽ പറയുന്നത്, ഇനീഷ്യൽ പ്ലാൻസിൽ പറയുന്നത്. ദെൻ ലാസ്റ്റ് പ്രോഗ്രസ് നോട്ടില് നമുക്കറിയാം വീണ്ടും അല്ലെ നമുക്ക് ഫോളോ അപ്പ് ഒക്കെ ആവശ്യം വരും. അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ് പ്രോഗ്രസ് നോട്ടിൽ വരുന്നത്. നമ്മളവിടെ ഒരു ലാസ്റ്റ് പോയിന്റ് ഒരു SOAP കൂടി പറഞ്ഞിട്ട് നടത്താം. ഇതുവരെ നോക്കിയാണോ? സ്റ്റാർട്ടിങ്ങും മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാന്നുള്ള കാര്യം എനിക്കും അറിയായിരുന്നു. ഓക്കെ ആണോ? ഇപ്പൊ നിലവിൽ ഇപ്പൊ ഓക്കെ ആണോ? POMR മെത്തേഡ് ക്ലിയർ ആയോ? ഓക്കെ, ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ? അത് ക്ലിയർ ആയി. പക്ഷെ ഈ POMR എവിടെ കീപ്പ് ചെയ്യാ? POMR കീപ്പ് ചെയ്യുന്നത് അതിനൊരു സ്പെഷ്യൽ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടില്ല. എവിടെയാണോ ഒരു ബേസിക് ഡിപ്പാർട്ട്മെന്റിലാണോ കീപ്പ് ചെയ്യണേന്ന് നമ്മൾ മറ്റേ സോഴ്സ് ഓഫ് അല്ലെ ആ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞ മാതിരിയുള്ള ഇത് പറയുന്നില്ല അല്ലെ? ഓക്കെ, അത് ചിലപ്പോ ഒന്നിച്ച് എല്ലാ ഡോക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നിച്ചായിരിക്കും അവർ കീപ്പ് ചെയ്യുന്നത്. ഒരുപാട് ഡോക്ടേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, അദ്ദേഹത്തിന്റെ ഒരു ഇതിൽ തന്നെയാണ്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ അല്ലെ ഓരോ ഡോക്ടേഴ്സിനും
നമ്മളെ പേഷ്യന്റ് ചെല്ലുന്നു, ഓൾറെഡി ആ ഡോക്ടർ ഇരിക്കുന്നതിൽ തന്നെ ഫയലിൽ തന്നെ ഫോൾഡറിൽ തന്നെ വരും അല്ലെ, ആ പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും. തീർച്ചയായിട്ടും ആ പേഷ്യന്റ് റെക്കമെൻഡ് ചെയ്തു പോയിരിക്കുന്ന ഏത് ഡോക്ടേഴ്സിന്റെയും ഡീറ്റെയിൽസും അവിടെ അഡീഷണൽ ആയിട്ട് വരും ഇല്ലേ, വരാറുണ്ട് ഇല്ലേ, അങ്ങനെയല്ലേ? അപ്പൊ അങ്ങനെയാണ്. അതായത് ഇപ്പൊ ഒരു ഫിസിഷ്യനെ നമ്മളൊരു ടിക്കറ്റ് എടുത്ത് കാണുന്നു, ആക്ച്വലി അദ്ദേഹം പരിശോധിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു പൾമിനോളജിസ്റ്റിനെ കാണാൻ പറയുന്നു. പൾമിനോളജിസ്റ്റിനെ കണ്ടിട്ട് ഡയഗ്നോസ്റ്റിക് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ആ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വരും. നെക്സ്റ്റ് നമ്മൾ പൾമിനോളജിസ്റ്റിന്റെ മാത്രമാണ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ പിന്നെ അദ്ദേഹത്തിനെയാണ് നമ്മൾ വീണ്ടും പോവുക. വീണ്ടും എന്തെങ്കിലും സംതിങ് റോങ് ആയിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ഫിസിഷ്യന്റെ അടുത്ത് തന്നെ ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ നമ്മളുടേതായ വേറൊരു മാറ്ററും കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പൊ അവർ പറയാൻ ഒരു ഗാസ്ട്രോനെ കാണാൻ പറയുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഗാസ്ട്രോ ഡോക്ടറിന്റെ അടുത്ത് പോകുന്നു, ഓട്ടോമാറ്റിക്കലി നമ്മുടെ നമ്പറിലെ അല്ലെ അതിലേക്ക് തന്നെ ഇതെല്ലാം സേവ് ചെയ്യും. ആദ്യം കണ്ട ഫിസിഷ്യന്റെ ഡീറ്റെയിൽസ് കാണും, പൾമിനോളജിസ്റ്റിന്റെ ഡീറ്റെയിൽസ് കാണും, നെക്സ്റ്റ് വീണ്ടും പൾമിനോളജി ഫിസിഷ്യനെ കണ്ട ഡീറ്റെയിൽസ് കാണും, ഗാസ്ട്രോനെ പറഞ്ഞു വെച്ചെങ്കിൽ ഗാസ്ട്രോ പിന്നെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഡയഗ്നോസ്റ്റിക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു നമ്പറിൽ തന്നെ വരും ഇല്ലേ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് പോകും. പക്ഷെ ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു രീതിയാണ്, അതായത് അവിടെ കീപ്പ് ചെയ്ത് വെക്കണമല്ലോ. പണ്ടത്തെ മാതിരി നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം അല്ലല്ലോ. അപ്പൊ റെക്കോർഡിക്കലി അവർ ആ ഡോക്ടറിന്റെ അണ്ടറിലാണ് ഓരോ പേഷ്യന്റിന്റേതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ കീപ്പ് ചെയ്ത് വെക്കുന്നത്. നമുക്കറിയാം അവിടെ ഡോക്ടറിന്റെ ആയിരിക്കും, ഇന്ന ഡോക്ടറിന്റെ അല്ലെ പേഷ്യന്റ് ആണ് എന്നുള്ള ലേബലിലായിരിക്കും മെഡിക്കൽ റെക്കോർഡ് അവിടെ കീപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതാണ് അവിടുത്തെ വരുന്ന ആ ഒരു വേരിയേഷൻ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടൈമില് SOAP എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ടൈം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, കാരണം ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ബുദ്ധിമുട്ടാന്നുള്ളത് ഞങ്ങളും അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും ഒന്നുകൂടി വരച്ചിരിക്കുക, എന്തായാലും ഇന്ന് തന്നെ വായിക്കാം. താങ്ക് യു. താങ്ക് യു മാം.